ഒരു കുഞ്ഞൻ പഴമാണ് ഈ സ്വീറ്റ് ലൂബി എന്ന് പറയുന്നത്. ഏകദേശം ഏറിപ്പോയാൽ ഒരു നെല്ലിക്കയുടെ വലിപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണിത്. വീട്ടിലൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കണം. കാരണം ചട്ടിയിലും ഡ്രമ്മിലും വെക്കുന്നവരുണ്ട്, പിന്നെ നിലത്താണ് വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. കാരണം ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ഏറിപ്പോയാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ വേരിന് ചീച്ചിലൊക്കെ വന്നുകൊണ്ട് നശിച്ചു പോകുന്നൊരു പ്രവണത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിലത്ത് തന്നെ മാക്സിമം വെക്കുക. പിന്നെ അതിൻ്റെ കമ്പുകളൊക്കെ ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുത്ത് പുഷാക്കി നിർത്തി നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ ഈ സ്വീറ്റ് ലൂബിൽ ഉണ്ടല്ലോ, മുള്ളുള്ളതും മുള്ളില്ലാത്തതും ഉണ്ട്. അപ്പോൾ മുള്ളില്ലാത്തതാണ് നമ്മൾ വാങ്ങി വെക്കേണ്ടത്. മുള്ളുള്ളത് വാങ്ങി വെക്കരുത്, അത് വലിയൊരു മരമായിക്കാണ്ട് പോവും. നന്നായിട്ട് മുള്ളുണ്ട്. അപ്പോൾ മുള്ളില്ലാത്ത വെറൈറ്റി വാങ്ങി വെക്കുക. പിന്നെ ഇതിൻ്റെ നല്ല വെറൈറ്റികളാണ് സ്വീറ്റ് ലൂബി. തായ്ലൻഡ് നല്ല ഒരു വെറൈറ്റിയാണ്. പിന്നെ ഐശ്വര്യ, NR, ഇതൊക്കെ നല്ല നല്ല വെറൈറ്റീസാണ്. NR പെട്ടെന്ന് കായ പിടിക്കില്ല, ഫസ്റ്റൊക്കെ ഫ്ലവർ ചെയ്യും, പിന്നെ സാവധാനമാണ് കായ പിടിക്കുള്ളൂ. എല്ലാ സ്വീറ്റ് ലൂബിയും ഒരുപാട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് കായ പിടിച്ചു. കാരണം ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ലെയറിങ് ആയിട്ടോ അല്ലെങ്കിൽ ബഡിങ്ങോ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കായ പിടിക്കും, അതിലൊരു സംശയവുമില്ല. പിന്നെ പ്ലാന്റിന് ഇങ്ങനെ പ്രായം കൂടുന്തോറും കാപ്പിടുത്തം കൂടും. നല്ല കൊലകൊലയായി കായ പിടിക്കും ഇത്. അപ്പോൾ കുഞ്ഞൻ പഴമാണെങ്കിലും നിറയെ കായ ഉണ്ടാവും ചെയ്യും. എന്നും കായാണ്, ഓൾ സീസണില്ല, എന്നും കായ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ സ്വീറ്റ് ലൂബി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്ലമ്മൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. പ്ലമ്മിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അതിലേറെ കുറച്ചുകൂടെ മധുരം ഉണ്ടെങ്കിൽ അങ്ങനെ അതുപോലെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ഒരു പഴം തന്നെയാണ് സ്വീറ്റ് ലൂബി എന്ന് പറയുന്നത്. ഇത് പുളിയുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ നിലത്തൊക്കെ നടുകയാണെങ്കിൽ ഒരു നോർമൽ സൺലൈറ്റൊക്കെ കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. നന്നായിട്ട് വെയിലടിക്കുന്നിടത്ത് വെക്കാതില്ലാറ് നല്ലത്. ഒരു അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നിടത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മണ്ണിൽ തന്നെ നടാവും. പിന്നെ നല്ല നീർവാർച്ച വേണം. നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് നടേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പോട്ടിലോ ഡ്രമ്മിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം വാർന്ന് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. കാരണം അതിൻ്റെ വേര് ചീനി ഇലയൊക്കെ കൊഴിഞ്ഞ് നശിച്ചു പോകും ചെടി വെള്ളം നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം വെള്ളം വാർന്ന് പോകുന്ന രീതിയിലാക്കണം. പിന്നെ മണ്ണിൽ നടുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്ന നീർവാർച്ചുള്ളൊരു സ്ഥലത്തായിരിക്കണം നടേണ്ടത്, അല്ലെങ്കിൽ ചെടിക്ക് ദോഷം ചെയ്യും. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടമൊക്കെ ഇടുകയാണെങ്കിൽ മഴക്കാലത്ത് മാത്രമേ ഇടാവൂ വളം ചെയ്യുകയാണെങ്കിൽ. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ NPK വളങ്ങളൊക്കെ കൊടുക്കാം ഇടയ്ക്കൊക്കെ. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് അങ്ങനെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കായ ഉണ്ടാവുമ്പോൾ ആദ്യം ഫ്ലവർ ചെയ്ത് പിന്നെ ആദ്യം പച്ച കളറേക്കാരും പിന്നെ റെഡിലേക്ക് മാറും. പിന്നെ നന്നായിട്ട് നമ്മൾ പഴുത്തെന്ന് അറിയുന്നത് ബ്ലാക്ക് കളറിലേക്ക് മാറുമ്പോഴാണ് അത് പൊട്ടിച്ചെടുത്ത് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ചുവപ്പ് കളറായാലും പഴുത്തെന്ന് വിചാരിച്ച് കഴിച്ചാൽ ചവർപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കളറിലേക്ക് കളർ മാറുമ്പോഴാണ് അത് ഒന്ന് മൂത്ത് പഴുത്തെന്ന് ആയി പൊട്ടിച്ച് കഴിക്കേണ്ടത്. പിന്നെ ഇത് കുറച്ച് സമയം എടുത്താൽ പഴുക്കുള്ളൂ, പെട്ടെന്ന് പഴുക്കില്ല. പക്ഷെ നിറയെ കായ ഉണ്ടാവും. ഒരു കായ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പൂവിടും. അങ്ങനെ എന്നും കായകൾ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. പിന്നെ ഇതിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഒരു പ്രാണികളൊക്കെ വന്നിരുന്ന് ഇലകളൊക്കെ തിന്നുന്ന ഒരു പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളെ ചെടിയിൽ കാണുന്നുണ്ടെങ്കിൽ എക്കാലക്സ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് പോയി കിട്ടും.